ബാക്ക്. ടർബോയുടെ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. ഇതിനകത്ത് സ്പോയിലേഴ്സ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ സിനിമ കാണാത്തവർക്ക് ധൈര്യമായിട്ട് ഈ വീഡിയോ കാണാം. അപ്പോൾ ഞാൻ ടർബോ കണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സിനിമ കണ്ടപ്പോൾ ഉണ്ടായ എൻ്റെ ഒരു റെസ്പോൺസ്, എൻ്റെ ആ ഒരു ഇമോഷൻ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഞാൻ കരയുന്നുണ്ട്. ഇത് കണ്ടിട്ട് കുറച്ച് പേര് അത് ഓവറാണ്, ഞാൻ ഉടായിപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാള്, ആളുടെ പ്രായവും ഹെൽത്തും ശരീരവും ഒന്നും നോക്കാണ്ട് നിങ്ങൾക്ക് വേണ്ടി എഫേർട്സ് എടുക്കുന്നു. അപ്പൊ ആ എഫേർട്സിന്റെ ഔട്ട്പുട്ട് നിങ്ങൾ കാണുമ്പോൾ, അതിന്റെ ഫലം നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയില്ലേ? ആത്മാർത്ഥത ഉള്ളവരുടെ കണ്ണ് നിറയും. ആ ആത്മാർത്ഥത ഉള്ളവർക്ക് ഇത് മനസ്സിലാവുകയും ചെയ്യും. ഇതാണ് ടർബോ കണ്ടപ്പോൾ എനിക്ക് സംഭവിച്ചത്. ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മമ്മൂക്ക. എനിക്ക് അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും നല്ലതാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നല്ലതിനെ എപ്പോഴും നല്ലതെന്നും മോശമായതിനെ എപ്പോഴും മോശം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ അഭിപ്രായം പറഞ്ഞ മമ്മൂക്കയുടെ മോശം സിനിമകളും എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. അപ്പോൾ നല്ലത് ആര് ചെയ്താലും, ഏത് വ്യക്തിയും നല്ല സിനിമ ചെയ്താലും അത് നല്ലത് തന്നെ പറയണം. മറിച്ച് അത് മോശമാണെങ്കിൽ മോശം എന്ന് തന്നെ പറയണം. അപ്പൊ ഇത്രയും കാര്യങ്ങളും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ടർബോയിലേക്ക് വരാം. മിഥുൻ മാനുവൽ തോമസിന്റെ കഥയ്ക്ക് നമ്മുടെ മാസ് ഡയറക്ടർ വൈശാഖ് ഒരുക്കിയ പടമാണ് ടർബോ. മധുരാജിക്ക് ശേഷം വൈശാഖും മമ്മൂക്കയും ഒരുമിക്കുന്ന പടമാണ് ടർബോ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ടർബോ. ഒരു പക്ക മാസ് മസാല എന്റർടൈനർ പടം. ശരിക്കും നമ്മുടെ മലയാള സിനിമയിൽ മാസ് മസാല പടം വന്നിട്ട് എത്ര കാലമായി? കുറേ കാലമായി. ശരിക്കും മാസ് മസാല പടത്തിന്റെ നല്ല ദാരിദ്ര്യവും ക്ഷാമവും ഉണ്ടായിരുന്നു നമുക്ക്. അവിടെയാണ് നല്ല ലക്ഷണമൊത്തൊരു മാസ് മസാല പടമായിട്ട് ടർബോ വന്നിരിക്കുന്നത്. അതായത് കുറേ കാലമായിട്ട് സദ്യ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, അവർക്ക് ബിരിയാണി കഴിക്കാൻ നല്ല കൊതിയുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നല്ലൊരു ഒന്നാം തരം ബിരിയാണി അവർക്ക് കിട്ടിയാൽ എങ്ങനെയിരിക്കും? അതേ അവസ്ഥയാണ് ടർബോ കാണുന്നവർക്ക്. പിന്നെ ടർബോ എനിക്ക് ഒരുപാട് ഇഷ്ടമായെങ്കിലും പടത്തിൽ എനിക്ക് വലിയൊരു അൺസാറ്റിസ്ഫാക്ഷൻ തോന്നിയ ഒരു കാര്യമുണ്ട്. അത് മമ്മൂക്കയുടെ ഇൻട്രോ സീനാണ്. അത് ഭയങ്കര സിമ്പിൾ ആൻഡ് ഫ്ലാറ്റ് ആയതുപോലെ തോന്നി. വൈശാഖ് എന്ന സംവിധായകൻ പോക്കിരാജയിലും മധുരാജയിലും പുലിമുരുകനിലൊക്കെ നായകന്മാർക്ക് കൊടുക്കുന്ന ഒരു ഇൻട്രോ നമുക്കറിയാം. അപ്പൊ അതുപോലത്തെ ഒരു ഇൻട്രോ, അല്ലെങ്കിൽ അതിനേക്കാളും മുകളിലൊരു ഇൻട്രോ പ്രതീക്ഷിക്കുന്ന നമുക്ക് ടർബോയിൽ കാണുന്ന ഭയങ്കര ഒരു സിമ്പിൾ ആൻഡ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രോ ആണ്. അപ്പോൾ പിന്നീട് പടത്തിൽ നല്ലൊരു കിടിലൻ സെക്കൻഡ് ഇൻട്രോ കാണിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഫസ്റ്റ് ഇൻട്രോ എന്ന് പറയുന്നത് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കണം. അതൊരു സ്പെഷ്യൽ ഫീല് തന്നെയാണ്. പക്ഷെ അതെനിക്ക് ഈ ഒരു ടർബോയിൽ കാണാനായിട്ട് കഴിഞ്ഞില്ല. പിന്നെ പടത്തിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് മമ്മൂക്ക തന്നെയാണ്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല, പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് കിട്ടില്ല. ഒരു വൺ മാൻ ഷോ തന്നെയാണ് പടം. ഫൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, അത്രയും കിട്ടില്ലാണ്. ഈ പ്രായത്തിൽ ആ മനുഷ്യന് എന്തൊരു പെർഫോമൻസ് ആണ്, എന്തൊരു എനർജിയാണ്, എന്തൊരു പവറാണ്, പറയാൻ വാക്കുകളില്ല. ഞാൻ മമ്മൂക്കയെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം എത്ര പറഞ്ഞാലും അത് പറഞ്ഞാലും അത് തീരില്ല. അതുകൊണ്ടാണ്. പിന്നെ പടത്തിൽ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വില്ലനായിട്ട് വരുന്ന രാജ്ബി ഷെട്ടി, പുള്ളിക്കാരൻ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. മമ്മൂക്കയെക്കാളും ഭയങ്കര വലിയ ഇൻട്രോ ഒക്കെ ആയിരുന്നു പുള്ളിക്കാരന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ബിന്ദു പണിക്കരും പുള്ളിക്കാരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവരവർക്ക് കൊടുത്തിട്ടുള്ള റോള് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ലെവലിൽ എനിക്ക് പാട്ടുകളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളെല്ലാം നല്ലതായിരുന്നു. പാട്ടുകളൊക്കെ നമുക്കിങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ലെവലിലേക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ പടത്തിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ് സെക്കൻഡ് ഹാഫിലെ സംഭവങ്ങൾ. എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല കേട്ടോ. കാർ ചേസ് സീൻ എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, മാറുകയാണ്, പറയാൻ വാക്കുകളില്ല. പിന്നെ ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞ തീയല്ല, കാട്ടു തീയാണ്. അത്രയ്ക്ക് കിട്ടലാണ്. ശരിക്കും സെക്കൻഡ് ഹാഫ് വന്നിട്ട് സിനിമ വേറെ ലെവൽ സംഭവമായിട്ട് മാറുകയാണ്. അതൊക്കെ ഞാൻ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയി പോകും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്തായാലും സിനിമ കണ്ട് തന്നെ ഞെട്ടിക്കോളൂ. പിന്നെ ഒരു കാര്യം ഞാൻ എന്തായാലും പറയാം, നിങ്ങൾക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നൊന്നും സിനിമ കാണാൻ കഴിയത്തില്ല. ശരിക്കും നമ്മൾ ആ കോരിത്തെരിച്ച് എണീറ്റ് നിന്ന് കൈയടിച്ച് പോകും. അത് ശരിക്കും ഒരു പ്രത്യേക ഒരു രോമാഞ്ചാണ്. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മൂവിയാണ് ടർബോ. ഞാൻ തന്നെ ഇനി എത്ര തവണ ഈ സിനിമ പോയി കാണുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. ശരിക്കും ആ ഒരു തിയേറ്ററിൽ ഇരുന്ന് ആ ഒരു ക്രൗഡിനോടൊപ്പം ഇരുന്ന് സിനിമ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ്, ആ ഒരു ഓളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ്. മസ്റ്റായിട്ടും തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു മൂവിയാണ്. തിയേറ്ററുകളിൽ എന്തായാലും ഒരുപാട് റിപ്പീറ്റ് വാച്ച് സംഭവിക്കാൻ പോകുന്ന ഒരു പടമാണ് ടർബോ. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. പിന്നെ ആ ഒരു തിയേറ്ററിൽ ഇരുന്ന് ക്രൗഡിനോടൊപ്പം ആ ഒരു ക്രൗഡ് ആംബിയൻസിൽ ആർത്തുല്ലസിച്ച് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങളും സിനിമ പോയി കാണുക. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും